ഹലോ, ഇന്ന് ചെറിയൊരു വിളവെടുപ്പാണ് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി ഈ ഒരു മുളകും തൈയിൽ മുളകുണ്ടായി നിന്നിട്ട് ഞാൻ നാട്ടിൽ പോകണ മുന്നേ ഇതിലിങ്ങനെ കുറച്ചുണ്ടായി മൂക്കണേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ പോയി വന്നപ്പോഴത്തേനും നന്നായി മൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുക്കണം എന്ന് കരുതിയിട്ടിരിക്കണം. അപ്പോൾ ഇന്നെന്തായാലും അതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു മുളകിന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ സായിക്ക് അവൻ്റെ കൂട്ടുകാരൻ കൊടുത്തൊരു വിത്തായിരുന്നു കേട്ടോ അത്. അവനത് കിട്ടിയ വഴിക്ക് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് വീട്ടിൽ വന്നപ്പോൾ അത് എന്നോട് പറയാൻ വേണ്ടി മറന്നു. ഞാൻ പിറ്റേ ദിവസം തുണി കഴുകാൻ വേണ്ടി പാൻറ്റൊക്കെ എടുത്ത് തുണി കഴുകിയതിന് ശേഷമാണ് അവൻ പറഞ്ഞത്, ഉമ്മ അതിലൊരു വിത്ത് കിടക്കണുണ്ടായിരുന്നു എന്ന്. നോക്കിയപ്പോൾ അത് ആകെ കുതിർന്ന് കിടക്കണം. ആദ്യം അവനത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ ഞാൻ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നെ വേഗം കുറച്ച് മണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി ഒരു ഡബ്ബയിൽ അത് കുഴിച്ചിട്ട് നനച്ചു കൊടുത്തിട്ടാ. പിന്നെ ഓരോ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞാൽ തൈ വന്നിട്ട് ആദ്യം വന്ന് നോക്കും വലുതായോ എന്നുള്ളത്. അല്ലെങ്കിലും നമ്മളിങ്ങനെ കുഴിച്ചിടുന്നതും അത് വലുതാവണതും അതിൽ കായിടണതും പൂവിടണതും എല്ലാം ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ് അല്ലേ. അങ്ങനെ അത് നോക്കി ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. നിറയെ കായും പൂവും എല്ലാം ഇട്ടിട്ട് നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള പച്ചമുളക് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് പൊട്ടിക്കണത്. ഇത് പൊരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓണർ കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇതുപോലൊരു തൈ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമുള്ള പച്ചമുളകൊക്കെ ഇതിന്ന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് പൊട്ടിച്ച് ഇനി അടുത്ത ട്രിപ്പ് പൊട്ടിക്കാനായിട്ടുള്ളത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ഒരു തൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് അത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബായ്.